ഹലോ മുത്തുമണീസ്, രാവിലെ എണീറ്റ് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ചേച്ചി പെടാപ്പാട് പെടുന്നുണ്ട്, മാറോരടിക്കാൻ എത്തുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ കമ്പ് വാങ്ങിച്ചിട്ട് ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിക്കിളി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ എന്നോട് ഭയങ്കര ട്രസ്റ്റാണ് കേട്ടോ, കാരണം അവളിപ്പോൾ എന്നെ കാണുമ്പോൾ പറന്നു പോകാറൊന്നുമില്ല. അവൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എന്നോട് വിശ്വാസം വന്നു ഞാനൊന്നും ചെയ്യില്ല എന്നല്ല. അപ്പോഴത്തേക്ക് ഫബി എനിക്കൊരു ചായ കൊണ്ടുവന്ന് തന്നപ്പോൾ എന്നാൽ പിന്നെ അത് ഇരുന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് നോക്കിയിരുന്ന് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അടുത്ത വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ 2 മയിലുകൾ ഇരുന്നിട്ട് കുശലാന്വേഷണം പറയണത്. എന്നാൽ പിന്നെ അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട, അവർ ഇന്നലത്തെ കാര്യങ്ങളും നാളെ വരാൻ പോകുന്ന കാര്യങ്ങളും ഇന്ന് അവർക്ക് കറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ടാവില്ലേ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് അടുത്ത പരിപാടി നോക്കട്ടെ എന്നും കരുതി കിച്ചണിൽ പോയിട്ട് ചായക്കപ്പ് വെക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴത്തേക്ക് അടുത്ത പണി കിട്ടിയിട്ട് അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെയും കൂടെ എനിക്ക് എത്തുന്നില്ല, ഒന്നും കൂടെ ഇവിടെ ക്ലീനാക്കി തരുമെന്ന്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മുറ്റത്ത് കരിങ്കൽ വിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കുറച്ചും കൂടെ കല്ല് കിടക്കുന്നുണ്ട്, അത് എടുക്കാനായിട്ട് JCBയോട് വരാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവർ വിളിച്ചത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഗേറ്റ് തുറക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ പടിപ്പുരയിൽ എത്തിയപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടുവിട്ടാൽ നമ്മുടെ പടിപ്പുര എടുത്തുകൊണ്ട് JCB പോകുന്നത് ഞാൻ കരുതി. നോക്കുമ്പോൾ അതൊന്നും സംഭവിച്ചില്ല. സംഭവം വളരെ സിമ്പിളായിട്ട് അവൻ ഉള്ളിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് കിടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എടുത്തിട്ടൊന്ന് അങ്ങോട്ട് നീക്കി കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അല്ലെങ്കിൽ പണിക്കാരെ വിളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ദിവസങ്ങൾ എടുക്കില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ബ്രിക്സ് പതിക്കായിരുന്നില്ല 3-4 ദിവസം കൊണ്ട് പണി തീരുമായിരുന്നില്ല, ഇതിപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഒരു കാൽഭാഗം പോലും ആയില്ലല്ലോ എന്ന്. സംഭവം ശരിയാണ് കേട്ടോ, കാൽഭാഗം പോലും ആയിട്ടില്ല. കാരണം ഇതൊരു റിസ്ക് എടുത്ത പണിയാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഈ ഒരു ചെടിയിൽ ഫ്രൂട്ട് ഉണ്ടായത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിങ്കല്ലിൽ ഇങ്ങനെ വലിയ പീസാണെങ്കിൽ ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി അതുപോലെ തന്നെ കട്ട് ചെയ്ത് നിലത്ത് പതിക്കാനുള്ള പീസാക്കി വരണ്ടേ, കുറച്ച് പണിയുണ്ട്. അവർക്ക് വിരിച്ചെടുക്കാനും പണിയുണ്ട്. അപ്പോൾ നല്ല പണി നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ മുറ്റൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നാറില്ലൊരു സുഖം, ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ. അതൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളത് ഇനി വിരിച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ. പിന്നെ മറ്റേ ബ്രിക്സ് ആകുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല വൃത്തിയായിരിക്കും, പക്ഷേ ഇത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതും ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെന്നുള്ളത് കാണാമല്ലോ. അപ്പോൾ അന്നേരം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ഞാൻ എന്തായാലും മുറ്റം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഇന്നത്തെ രാവിലെ ഇങ്ങനെയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.